നിഴൽ പോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്ന, ധൈര്യം പകർന്നു തന്നിരുന്ന ഒരാൾ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെന്ന് തോന്നുമ്പോൾ ഒരു വേദന, ഒരു ഭയമൊക്കെ ചിലപ്പോൾ നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ, ഒറ്റപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല, എനിക്ക് ഒന്നും സംസാരിക്കാൻ ആളില്ല, ഒരു കൂട്ടുപോലും ഇല്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ, ദ ചോസൺ എന്ന ഈ ഒരു സീരീസിലെ യോഹന്നാനും ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണം അത് നമ്മൾ കേട്ടേ പറ്റൂ. ഹൃദയം തകർന്ന് യോഹന്നാൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മാറുമായിരിക്കുമല്ലേ? എല്ലാം കടന്നു പോകും, ഏതവസ്ഥയിലാണെങ്കിലും എല്ലാം നമ്മെ വിട്ട് മാറിപ്പോകും, എല്ലാം കടന്നു പോകും. പുതിയ സൃഷ്ടി, പുതിയ ജീവിതം, പുതിയ ഒരു അവസരമൊക്കെ എപ്പോഴും നമ്മുടെ മുൻപിൽ ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈശോ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും നീ എന്നെ കൈവിടരുത്. യോഹന്നാനോട് ഈശോ പറഞ്ഞതും അത് തന്നെയാണ്, നീ ഒരിക്കലും എന്നെ നഷ്ടപ്പെടുത്തരുത്. യോഹന്നാൻ അപ്പോൾ ഒരു ഭയമുള്ളിൽ കയറി ഈശോയോട് പറയുന്നുണ്ട്, തമ്പുരാനെ, ഞാൻ പാപം ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോവോ? എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനായിട്ട് പറ്റൂ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ക്ഷമിക്കും, എൻ്റെ ആത്മാവ് ഒരിക്കലും നിന്നെ വിട്ടു പോവുകയില്ല. ആ ഒരു പ്രതീക്ഷയാണ് ഈശോ നമുക്ക് നൽകുക. ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിലും ഈശോ കൂടെയുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവിടെ നമുക്കൊരു പുതിയ തുടക്കം, അവിടെ നമുക്കൊരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.